സോ ഗൈസ് തേജാസ് ഫണ്ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീയുടെ പാർട്ട് 3യും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ നേരത്തെ ആയിട്ട് പാർട്ട് 1ഉം പാർട്ട് 2നും ഭയങ്കര രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 3യും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണണം. ഈ ഒരു വീഡിയോക്ക് ഇഷ്ടംപോലെ ന്യൂ ചീറ്റ് കോഡ്സ് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ഇതാണ് കേസ്, നമ്മുടെ വീട് ഇതാണല്ലോ. ഇത് നമ്മൾ ഡ്രസ്സ് മാറാൻ മറന്നു കേസ്. ഓക്കെ, നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഡ്രസ്സ് മാറുന്ന റൂം എന്ന് പറയാൻ നേരത്ത് മേളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗാലറി അല്ലോ, ഇമെയിലുമല്ല, ഇമെയിലൊന്നും അല്ലല്ലോ, ഇതുമല്ല, ഇതുമല്ല, ഏതായിരുന്നു കേസ്, യെസ് ഇത് തന്നെ, ഗാലറി തന്നെയാണ്. ഈ ഷർട്ട് മതി, ഈ ഷോർട്ട്സ് മതി, ഈ മാസ്ക് വേണ്ട, ബാഗ് ഇത് മതി കേസ്. ഓക്കെ, ബാഗ് ഇത് മതി, ക്യാപ്പ് വേണം, സൺഗ്ലാസും വേണം, ഇത്രയും മാത്രം മതി കേസ്. ഓക്കെ, അപ്പം കേസ്, അപ്പം നമ്മളെന്തായാലും നമ്മുടെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നൈസിന് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോകുമെന്ന് പറയുന്നിടത്ത് പുതിയ നിങ്ങൾക്ക് വേണ്ടി പുതിയ ചീറ്റ് കോഡ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോഴേ പറയുകയാണ്, വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേസ്. ഓക്കെ, ഞാൻ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോവുകയാണ്. എനിക്ക് 100 വ്യൂസ് 105 വ്യൂസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ 105 പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, എനിക്ക് അത്രത്തോളം ഉപകാരമാണ് കേസ്. ഓക്കെ, ആരൊക്കെ വീഡിയോ കാണും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക കേസ്. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതല്ല സ്കൂളൊക്കെ ഉള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആഴ്ചയിൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഞാൻ ആണെങ്കിൽ വീഡിയോ എടുത്തുള്ളൂ. അതുപോലെ ഞാൻ ചെറിയൊരു മൈക്ക് എടുക്കാനുള്ള ചെറിയ പ്ലാനുണ്ട്. അതാകുമ്പോൾ എൻ്റെ ഈ ഒരു വോയിസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിറ്റി ഇതാണ് സിറ്റിയുടെ നടുക്ക് ഈ ഭാഗം ഇവിടെ എങ്ങാണ്ടായിരുന്നു കേസ്. ഓക്കെ, ഇവിടെ എങ്ങാണ്ടായിട്ടായിരുന്നു സിറ്റിയുടെ ഒരു നടുക്ക് വശം, എനിക്കറിയത്തില്ല. ഈ വണ്ടി എന്ന് പറയുന്നത് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല ഈ വണ്ടിക്കകത്ത്. കുറച്ച് ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്താനായിട്ടുണ്ട് കേസ്. ഓക്കെ കേസ്, അപ്പം ഈ ഒരു ഗെയിമിൻ്റെ കോമഡി എന്ന് പറയാൻ നേരത്ത് എവിടെ നോക്കിയാലും ബുഗാട്ടിയാണ് കേസ്. നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ബുഗാട്ടി എന്നൊക്കെ പറയാൻ നേരത്ത് ഭയങ്കര റെയറാകും, അതുപോലെ മേടിക്കാൻ തന്നെ കുറേ പൈസ ചെയ്യാം. പക്ഷേ ഇവിടെ എവിടെ നോക്കിയാലും ബുഗാട്ടിയും സ്കോർപ്പിയും കാര്യങ്ങളൊക്കെയാണ്, വില കൂടിയ വണ്ടികളാണ് എവിടെ നോക്കിയാലും. കണ്ടോ കേസ്. അപ്പം ഇത് നമ്മുടെ റേഞ്ച് റോവറാണ്. പക്ഷേ റേഞ്ച് റോവർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നു കേസ്, അതാണ് കേസ്. അപ്പോൾ ഈ സിറ്റി തന്നെ നമ്മുടെ മാത്രം റേഞ്ച് റോവറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കേസ് എന്ത് ചെയ്യാം, അധികം വൈകിക്കാതെ തന്നെ നിങ്ങൾക്ക് ചീറ്റ് കോഡ്സുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരും. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ട ശേഷം നിങ്ങളും ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു ഓപ്പൺ ഗ്രൗണ്ട് അല്ലേ കേസ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഗ്രൗണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തി തരാം. ഓക്കെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ എടുക്കുന്നു, അതിനുശേഷം ചീറ്റ് കോഡ്സായ ഫസ്റ്റ് ചീറ്റ് കോഡ് 0 അടിക്കണം കേസ്. 0 അടിക്കുന്ന സമയത്താണ് കേസ് നമുക്ക് ഏറ്റവും കോമഡി ആയിട്ടൊരു സംഭവം വരുന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കാറുകളെല്ലാം എന്ത് ചെയ്യണം, കാറുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു പൂത്തിരി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ തുടക്കം കുറിക്കാനായിട്ട് നമ്മളൊരു പൂത്തിരി കത്തിക്കണം കേസ്. ഓക്കെ, പൂത്തിരി ഒക്കെ എല്ലാവരും കണ്ണിറയെ കാണുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈസ് പൂത്തിരി. യെസ് ഗൈസ് കണ്ടോ, ഇങ്ങനെയൊക്കെയായിരുന്നു ചാടിയൊക്കെ ഗൈസ് പോകുന്നത്. പ്രത്യേകതയാണ് ഗൈസ്, ചാടിയൊക്കെ പോയിട്ടാണ് പൊട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാറ് പരിചയപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചെറുതായിട്ട് പൂത്തിരി ഞാനൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഫസ്റ്റിലത്തെ ചീറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. നമ്മൾ 1000 അല്ലെന്നുണ്ടെങ്കിൽ 1000 അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടിയാണ് കിട്ടുന്നത്. ഫോർച്യൂണറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കേസ് അടിച്ചിട്ടുള്ളത്. അത് വൈറ്റ് കളർ തന്നെയാണ്. ഫോർച്യൂണറിന് ഈ ഒരു ഗെയിമിനകത്ത് വേറെ കളറും കാര്യങ്ങളൊന്നും വരുന്നില്ല, വൈറ്റ് തന്നെ വരുന്നുള്ളൂ. ഓക്കെ കേസ്, ഇതാണ് കേസ് ഫോർച്യൂണർ. അപ്പം നമ്മൾ ഇതെല്ലാം കേസ് ഈ വണ്ടികളെല്ലാം ഞാൻ സ്പോൺ ചെയ്ത പക്ഷേ ഈ എല്ലാ വണ്ടികളും കൂടി ഞാൻ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അതെല്ലാവരും കാത്തിരുന്ന് കാണാം. ഓക്കെ, അതിന് മുമ്പേ നമുക്ക് കുറച്ച് വണ്ടികളും കൂടെ പരിചയപ്പെടുത്തി തരാം. 2000 ആണ് കേസ്. 2000 അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ റോൾസ് റോയ്സ് എന്ത് ചെയ്യും കേസ് സ്പോണായി കിട്ടും. റോൾസ് റോയ്സ് എന്ന് പറയുന്ന നേരത്ത് ഭയങ്കര സ്പീഡുള്ളൊരു വണ്ടിക്കാണ്. ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്ന നേരത്ത് ഇത്തിരി ബാലൻസ് നല്ലതാണ്, പക്ഷേ റോൾസ് റോയ്സിന് ബാലൻസ് കൊണ്ട് നല്ല സ്പീഡുമാണ് കേസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ റോൾസ് റോയ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്ന നേരത്ത്. ഓക്കെ, അടുത്ത് നമ്മൾ 3000 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോൺ കവാസാക്കി നമുക്ക് എന്ത് ചെയ്യും കേസ്, നിഞ്ച കവാസാക്കി അറിയാമല്ലോ. കവാസാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ള ഒരു ബൈക്കാണ് നിഞ്ച കവാസാക്കി. അപ്പം ഈ ഒരു കവാസാക്കി നമുക്ക് എന്ത് ചെയ്യും കേസ്, അപ്പം നല്ലോണം തന്നെ ബൈക്ക് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇത് ഇഷ്ടപ്പെടും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യും കേസ് സ്പോണായി കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഐസിനെ പോയി നമുക്ക് ചാടയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേസ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ 4000 അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പോർഷെ നമുക്ക് ഫോണായിട്ട് കിട്ടും. മനസ്സിലായോ? പോർഷെ നമുക്ക് ഫോണായിട്ട് കിട്ടും. ഇത് പോർഷെ എന്ന് പറയുന്നത് വളരെ സൂപ്പർ കാറാണ് കേസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും 1000 അടിക്കുന്ന നമുക്ക് ഫോർച്യൂണർ കിട്ടും, 2000 അടിക്കുന്ന സമയത്ത് നമുക്ക് റോൾസ് റോയ്സ് കിട്ടും, 3000 അടിക്കുന്ന സമയത്ത് കവാസാക്കി കിട്ടും, അതുപോലെ തന്നെ 4000 അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പോർഷയും കിട്ടും. അടുത്തെന്ന് പറയുന്നിടത്ത് വളരെ ഈസിയായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, 6000 അല്ലായിരുന്നു, ഏതാണോ എന്തോ മറന്നു പോയി കേസ്. 6000 തന്നെയാണ്. 6000 അടിക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നിടത്ത് ഒരു ഞാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള ബൈക്കും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബൈക്കിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ കുറച്ച് വണ്ടികളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയ ശേഷം അതിനകത്ത് ചെറിയൊരു കലാവിരുദ്ധ ഞാൻ കാണിക്കുമെന്ന്. ആ കലാവിരുദ്ധാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കലാവിരുദ്ധ ഞാൻ ഇപ്പം തീർത്തരാം. ഓക്കെ, നമ്മുടെ ആ ഒരു സൂപ്പർ ബൈക്കില്ലേ, ആ ഒരു നീല കളറുള്ള ബൈക്ക്, നമ്മുടെ ഈ ഒരു വീഡിയോ 8 മിനിറ്റ് കാര്യങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും അവരുടേതായ സമയം വേണമല്ലോ. എന്ന് വെച്ചാൽ ആർക്കും അത്ര സമയമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറിയിക്കാം, ബൈക്കിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ഈ ബൈക്ക് എന്തായാലും ഞാൻ നശിപ്പിക്കുന്നില്ല എനിക്ക്, കാരണം എനിക്ക് ഈ ഒരു ബൈക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, മറ്റേതെല്ലാം ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ കേസ്. അപ്പോൾ എല്ലാ വണ്ടികളും നൈസിനെ നമ്മൾ പൊട്ടിച്ചു. പക്ഷേ റോൾസ് റോയ്സിന് പവർ കൂടുതലാണ്. അതുകൊണ്ട് റോൾസ് റോയ്സ് മാത്രം അവിടെ കത്തി മാത്രം കിടപ്പുണ്ട്, പൊട്ടിത്തെറിച്ചില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി കൂടെ പറഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അവസാനത്തെ ബൈക്കാണ് കേസ് 7000 ഹയാബുഷ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതും ചെറിയൊരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോലീസായിട്ട് അടി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ പുതിയ ചീറ്റ് കോഡ്സിലുള്ള 2-3 വണ്ടിയൊക്കെ എടുക്കുന്നത്, അതിന് പവർ ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ട്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ടാസ്കും ചാലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ആ വീഡിയോ എന്ത് ചെയ്യുക കേസ്, എല്ലാവരും കാത്തിരുന്ന് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എടുത്ത് പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കേസ്, ഒരാൾ പോലും നിൽക്കരുത്, എല്ലാവരും ഒരാൾ പോലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് കേസ്. ഓക്കെ, പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഒന്നുമില്ലെങ്കിലും കേസ് എനിക്ക് ഗുണമുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എനിക്കിത്തിരി ഗുണം ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ടാറ്റാ.